മുതിർന്ന കോൺഗ്രസ് നേതാവ് ശൂരനാട് രാജശേഖരൻ അന്തരിച്ചു. എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. നിലവിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, ഏറെ നാളായി അദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങി പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെയും പിന്നീട് സംസ്ഥാന കോൺഗ്രസിൻ്റെയും ഒക്കെ കോൺഗ്രസിലുമൊക്കെ സജീവമായി ഇടപെട്ട മുതിർന്നൊരു നേതാവാണ് വിട പറഞ്ഞു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ എങ്ങനെ ഓർക്കാം? വിശദാംശങ്ങൾ എന്താണ് അരുൺരാജ്? റിജിത്ത്, KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവും ഭീഷണം മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന ഡോക്ടർ ശൂരനാട് രാജശേഖരനാണ് അന്തരിച്ചത്. എറണാകുളം അമൃത ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. മരണസമയത്ത് ഭാര്യയും മക്കളും അടക്കം ഉണ്ടായിരുന്നവരാണ് ഒപ്പം ഉണ്ടായിരുന്നത്. 75 വയസ്സായിരുന്നു. മുൻ DCC അധ്യക്ഷൻ കൂടിയാണ്. രക്താർബുദ ബാധിതനായിട്ടായിരുന്നു ചികിത്സയിൽ തുടരുന്നത്. ഇതിനിടയിലാണ് മരണം സംഭവിക്കുന്നത്. പൊതുദർശനം വീട്ടിൽ മാത്രമാണുള്ളത്. നേരത്തെ തന്നെ ശൂരനാട് രാജശേഖരൻ തന്റെ ബന്ധുക്കളോടും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരോടും താൻ മരിച്ചാൽ മൃതദേഹം ഒരു കാരണവശാലും പൊതുദർശനത്തിന് ഈ പാർട്ടി ഓഫീസുകളിൽ വെക്കരുത് എന്ന നിർദ്ദേശം തന്റെ ആഗ്രഹവും മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പൊതുദർശനം അടക്കം ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത്. വീട്ടുവളപ്പിൽ ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് അടക്കം നിശ്ചയിച്ചിരിക്കുന്നത്. കൊല്ലം ചാത്തന്നൂർ ശ്രീമാട്ടി ജംഗ്ഷനിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ മാത്രമാണ് മൃതദേഹം കൊണ്ടുവരിക. കൊല്ലം ശാസ്താംകോട്ട DB കോളേജിലെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി തുടങ്ങിയ ശൂരനാട് രാജശേഖരൻ KSUവിന്റെ സംസ്ഥാന ഭാരവാഹിയായും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായും DCC പ്രസിഡന്റ് എന്നീ പദവികൾ അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊല്ലം പ്രസ് ക്ലബിന്റെ അധ്യക്ഷ പദവും ശൂരനാട് രാജശേഖരൻ വീക്ഷണത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് വഹിച്ചിരുന്നു. സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റും സംസ്ഥാന സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഓരോ തവണ അദ്ദേഹം മത്സരിക്കുകയും ചെയ്തു. ചാത്തന്നൂർ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ചടക്കം അദ്ദേഹം മത്സരിച്ചതാണ്. പക്ഷേ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശൂരനാടിനെ സംബന്ധിച്ച് അദ്ദേഹം എന്നും കൊല്ലം ജില്ലയിലെ ശൂരനാട് അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മണ്ണിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ടത്തിൽ അനുഭാവം പ്രകടിപ്പിച്ച് കോൺഗ്രസിനോട് ചേർത്ത് നിർത്തിയ വ്യക്തികളിലൊരാളാണ് ശൂരനാട് രാജശേഖരൻ. കൊല്ലത്തെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്, കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾക്ക്, കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് വളരെ സഹാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തിയ ശൂരനാട് രാജശേഖരന്റെ അന്ത്യം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വലിയ വേദന തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ മാസത്തിലടക്കം അദ്ദേഹം ഈ പ്രവർത്തനങ്ങളുമായി അടക്കം വളരെ സജീവമായി രംഗത്ത് വരുന്ന സാഹചര്യം അടക്കം ഉണ്ടായതാണ്. കാരണം ഈ രോഗബാധിതനാണെങ്കിൽ പോലും കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പരിപാടികളിൽ തുടർച്ചയായി പങ്കെടുക്കുന്ന വ്യക്തിയായിരുന്നു ശൂരനാട് രാജശേഖരൻ. ഇതിനിടയിലാണ് രക്താർബുദ ബാധിതനായി കൂടുതൽ ആരോഗ്യനില വഷളാകുന്നത്. തുടർന്ന് അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ചികിത്സയിലിരിക്കുകയുമാണ്. ഇന്ന് പുലർച്ചെ അന്ത്യം സംഭവിക്കുന്നത്. 75 വയസ്സായിരുന്നു.